പ്രഖ്യാപിക്കുകയാണ്. 200 പേർക്ക് നമ്മൾ കൂപ്പൺസ് കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ 200 കൂപ്പൺസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ആരും കൂപ്പൺസിന് വേണ്ടി ലൈൻ നിൽക്കേണ്ട, വരി നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന റോഡിൽ ഇറങ്ങി നിൽക്കുന്ന ആളുകൾ ഒന്നും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് ഈ ഭാഗത്ത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അപ്പം 200 കുട്ടികളുടെ അവസ്ഥയാണ്. 200 കുട്ടികൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അവരെ പർച്ചേസിംഗിന്റെ തിരക്കിലാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് മാം ഫോർ ബീങ് ഹിയർ. പിറവത്തിന്റെ ഫ്യൂച്ചർ തന്നെ മാറ്റി മറിക്കാനായിട്ട് നമ്മൾ 131ാമത്തെ മൈറ്റി ഫ്യൂച്ചറിന്റെ ഔട്ട്ലെറ്റാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഷോപ്പിങ്ങിന്റെ പൂരം നടക്കാൻ പോവാണ്. ഷോപ്പിംഗ് ഒരു ആഘോഷമാക്കാൻ പോവാണ് മൈറ്റി ഫ്യൂച്ചറിലൂടെ. കൂടെ തന്നെ മറ്റു വിശേഷാതിഥികളൊക്കെ ഞാൻ വേദിയിലേക്ക്. റെഡിയാണോ? ആൻസർ ചെയ്യാമോ? എങ്കിൽ പറ. സ്റ്റൈൽ മന്നൻ രജനീകാന്ത് സാറിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ കുണ്ടത്തിലൂടെ കൈ ഉയർത്താം. ആ, ആൻസേഴ്സ് ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. കാണട്ടെ എത്ര പേർക്ക് അറിയാമെന്ന്. ഉണ്ടോ? ചേട്ടൻ കടന്നു വരൂ സ്റ്റേജിലേക്ക്. ആ, കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഉത്തരം പറഞ്ഞോ? ശിവാജിറാവു ഗീക്കോട്. എന്റെ തന്നെ ചോദ്യം മുന്നേ എവിടെയെങ്കിലും കേട്ടതാണോ ഇത്? ഇല്ല, ആദ്യം. അപ്പൊ എങ്ങനെ ഇതിന് ഉത്തരം അറിയാം? വായിച്ചിട്ട് കണ്ടോ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ താങ്ക് യു സോ മച്ച്. ശിവാജി റാവു ഗീക്കോട് എന്നുള്ളതാണ് രജനി സാറിന്റെ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ദിവസം തിയേറ്ററുകളിൽ ഓടിയിട്ടുള്ള മലയാള സിനിമ ഏതാണ്? ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഈ ചേട്ടനാണ് ആദ്യം കൈപൊക്കിയിട്ടുള്ളത് കേട്ടോ. സ്റ്റേജിലേക്ക് വന്നോളൂ. നമ്മളൊരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഒരു ഗോഡ് ഫാദർ എന്ന സിനിമയാണ് ഏകദേശം 1 വർഷത്തോളം തിയേറ്ററിൽ ഓടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പൊ നിങ്ങളുടെ ഈ സ്നേഹത്തിന് മനസ്സ് നിറഞ്ഞ സമ്മാനങ്ങൾ നമ്മൾ തിരികെ തരാണ്. മൈറ്റി ഫ്യൂച്ചറിന്റെ 131ാമത്തെ ഔട്ട്ലെറ്റിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി മൈറ്റി ഫ്യൂച്ചറിന് വേണ്ടി പിറവത്തിന്റെ മണ്ണിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് പിറവത്തിന്റെ മുഴുവൻ സ്നേഹം കൊടുത്തുകൊണ്ട് മാളവികയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഈ സമയത്തേക്ക് യെസ് എവരിബഡി ഒരു ഗംഭീര കൈയടി ഫ്രം യുവർ സൈഡ് എല്ലാവരും ചേർന്നുകൊണ്ട്. താങ്ക് യു. ഡിജിറ്റൽ ക്യാസറ്റ്സ് ആയിക്കോട്ടെ, ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മൈറ്റി ഫ്യൂച്ചറിന്റെ 131ാമത്തെ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് സമ്മാനിക്കുമ്പോൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ട്രസ് ആണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മൈറ്റിക്ക് വേണ്ടി, മൈറ്റി ഫ്യൂച്ചറിന് വേണ്ടി മാളവിക മേനോൻ is here. മാളവിക ഒരുപാട് സമയമായിട്ട് നമ്മളിങ്ങനെ കാത്തു നോക്കിയിരിക്കുകയാണ്. പിറവത്തുകാരി മുഴുവനും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സുഖമായിട്ടിരിക്കുന്നു? സുഖം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പിറവം എല്ലാവർക്കും സുഖല്ലേ? എവിടെ സുഖല്ലേ? അടിപൊളി, സൂപ്പർ. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പേരെ കാണാൻ സാധിച്ചതിൽ. പിറവം താങ്ക് യു സോ മച്ച്. കാത്തിരുന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരെടുത്ത് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. നമ്മളെ പോലീസ് ടീം, നമ്മളെ ചെണ്ടകുട്ടിയ ചേട്ടന്മാരും, ഓൾ ദി ബോഡി ഗാർഡ്സ്, മീഡിയ ആൻഡ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന none other than you ജനങ്ങൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഡെഫിനറ്റ്ലി
വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. I'll be back soon. Thank you so much. താങ്ക് യു സോ മച്ച് മാളവിക ഫോർ ബീങ് ഹിയർ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇനോഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരൂ, നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മാളവിക ഇനി അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു എവ്രിബഡി. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ട്രസ് ആണ് മാളവിക. ഒരുപാട് സിനിമകളിലൂടെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് തന്നുകൊണ്ട് ഓൾവേസ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്ട്രസ് തന്നെയാണ് മാളവിക. വിറവത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഒരു ഗംഭീര കൈഡി ഫ്രം യുവർ സൈഡ്. എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഗംഭീര കൈഡി കൊണ്ടുകൊണ്ട് ഷോറൂം വിസിറ്റ് ചെയ്തതിനു ശേഷം മാളവിക വീണ്ടും നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിശേഷ അതിഥികളൊക്കെ തന്നെ നമ്മുടെ കൂടെയുണ്ട്. GM സെയിൽസ് ആൻഡ് സർവീസ് മിസ്റ്റർ രതീഷ് കുട്ടൻ, നമ്മളുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള മറ്റു വിശേഷ അതിഥികളൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം സന്തോഷം ഈ വലിയ സന്തോഷാഘോഷങ്ങളിലേക്ക് വെൽക്കം ചെയ്യാണ്. മാളവിക, ഇത് എത്രാമത്തെ ഷോറൂമാണ് മൈജി ഫ്യൂച്ചറിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്? മൈജി ആക്ച്വലി കുറേ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ദിസ് ഇസ് സെക്കൻഡ് വൺ. തൃശ്ശൂരായിരുന്നു ഓപ്പൺ ചെയ്തത്. ആൻഡ് ദാറ്റ് ടു അത് ഇനോഗ്രേഷൻ ആയിരുന്നില്ല, ഇറ്റ് വാസ് സം ലോഞ്ച് ഇൻസൈഡ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഷോറൂം ഐ എം ഇനോഗ്രേറ്റിംഗ് ഫോർ മൈജി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പേഴ്സണലി. സോ ഹാപ്പി. പിറവം, താങ്ക് യു സോ മച്ച്. കാര്യമായിട്ട് എല്ലാവരും ക്ഷമയോട് കൂടെ കാത്തിരിക്കുകയെന്നറിയാം, ക്ഷമിക്കണം. കാരണം ഉള്ളിൽ ഇനോഗ്രേഷൻസും നല്ല തിരക്കും ഉണ്ടായിരുന്നു. എല്ലാം വിശാലമായി കാണാൻ കുറച്ച് സമയമൊന്നും നിങ്ങൾ വന്നാൽ പോരാട്ടോ. കുറച്ച് കാര്യമായിട്ട് ഒരു ഹാഫ് ഡേയിലും കരുതിക്കോൾ ഉള്ളിൽ കയറുമ്പോൾ, കാരണം അത്രയും കാണാനുണ്ട്, പർച്ചേസ് ചെയ്യാനുണ്ട്. ആൻഡ് എടുത്ത് പറയാനുള്ളത്, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തും അത് ഉള്ളിലുണ്ട്. അത് ഞാനിപ്പോൾ കണ്ടു, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ വാഷിംഗ് മെഷീൻ ആവട്ടെ, ഫ്രിഡ്ജ് ആവട്ടെ, AC ആവട്ടെ, എല്ലാം ഫോൺ ഐറ്റംസ് ആവട്ടെ. ആൻഡ് എടുത്ത് പറയാനുള്ള എനിക്ക് തോന്നുന്നത് ദേ ആർ നമുക്ക് എന്ത് കേട് പറ്റിയാലും നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിയതാവട്ടെ അല്ലേ, അത് ഇവര് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്ത് തരും അടിപൊളിയായിട്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ഞാൻ ഇത്രയും കാലം പലതും കണ്ടതിൽ വെച്ച്. അതെ, ദി ബെസ്റ്റ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഇപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. കാരണം ഐ മീൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മൈജിയെ പറ്റി അല്ലേ? അതന്നെയാണ് അവരും പറയുന്നത്. ഞങ്ങൾക്ക് അറിയാം മൈജി എന്നാണ്. അപ്പോൾ പിന്നെ ആഡ് ഓൺ ചെയ്യണ്ട. സോ നമുക്ക് നേരിൽ കാണാവുന്നതാണ് മൈജിയുടെ ഗ്രോത്ത് കൂടെ. ഐ വാസ് സീയിങ്, ഞാൻ വരുമ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു 3 കിലോമീറ്ററിനുള്ളിൽ കേരളം മൊത്തം മൈജി ആണ് ഇപ്പോൾ. സോ ഹാപ്പി ടു സീ മൈജീസ് ഗ്രോത്ത്. ആൻഡ് മൈജിയുടെ എന്താ പറയുക, ഫാമിലി, സ്റ്റാഫ്സ് എല്ലാവരും, കട്ടിക്ക് നിൽക്കുന്ന എല്ലാവർക്കും ഹിയർസ് എ ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. കാരണം കേരളത്തിൽ മാത്രമല്ല, ദേ ആർ ഗോണ ഗ്രോ ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് ഇന്ത്യ, യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളം കഴിഞ്ഞു, ഇനി അടുത്തതാണ് എയിം ചെയ്യുന്നത്, റൈറ്റ്? സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഇത്രയും വലിയൊരു മൈജി ഫ്യൂച്ചർ ഷോറൂമിൻ്റെ ഭാഗമാവാൻ എനിക്ക് പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് താങ്ക്സ് ടു യു ഓൾ, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും വിക്ടറി. Thank you so much guys, I love you all. Thank you. താങ്ക് യു സോ മച്ച് മാളവിക. നമുക്കറിയാം മൈജി ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ ടൗണുകളിലും എല്ലാ കവലകളിലും മൈജി എത്തി എന്നുള്ള, മൈജി ഫ്യൂച്ചർ എത്തി എന്നുള്ള സന്തോഷമാണ്. അപ്പോൾ മാളവിക ഇനിയും ഒരുപാട് ഷോറൂംസ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ, നമുക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. മൈജിയായിട്ട് ഒരുപാട് സന്തോഷം. പിന്നെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഇനി റിലീസ് ആവാനുള്ളത് കളംകാവൽ എന്ന് പറഞ്ഞ ഫിലിമാണ്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ആ മൂവിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. അപ്പോൾ ഉടനെ തന്നെ ആ മൂവി ഉണ്ടാവും. പിന്നെ ഒരു വടക്കൻ തേരോട്ടം എന്ന് പറഞ്ഞാൽ ധ്യാൻ ചേട്ടൻ്റെ ഒരു ഫിലിമും കൂടെ റിലീസിനുണ്ട്, അത് ഉടനെ ഉണ്ടാവും. ആൻഡ് ഫ്യൂ അതർ അപ്കമിങ് പ്രോജക്ട്സ് കൂടെ വരുന്നുണ്ട്, അത് ഉടനെ എൻ്റെ ഇൻസ്റ്റാ പോസ്റ്റിലും എല്ലാത്തിലും ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നതാണ്. സോ ഇതുപോലെ കണ്ടിന്യൂ സപ്പോർട്ടിങ് ആൻഡ് ഓൾ ദി ലവ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. ഐ റിക്വസ്റ്റ് രതീഷ് കുട്ടൻ സർ ടു സ്പീക്ക് സം വേർഡ്സ്. അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. യെസ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്നോവേഷൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇനി ഒരു സെൽഫി എടുക്കാൻ പോവാണ് മാളവികയുടെ കൂടെ തന്നെ നമ്മളൊരു LED TV, ഒരു ഏറ്റവും വലിയ ഭാഗ്യശാലിക്ക് ഇന്ന ദിവസം പിറത്തുള്ള ഏറ്റവും വലിയ ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു LED TV ആണ്. അത് തരാൻ പോകുന്ന മറ്റാരുമല്ല, നമ്മളുടെ മാളവിക മേനോനാണ്. മാളവിക മേനോന്റെ കയ്യിൽ നിന്നും അത് സ്വീകരിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടാൻ പോകുന്നത് ഈ കൂട്ടത്തിലുള്ള ആരോ ഒരാൾക്കാണ്. ആളുടെ പ്രസൻസ് ഇവിടെ വേണം.
വരണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. കൂപ്പൺസ് ഇട്ടിട്ട് ആരും തന്നെ വീട്ടിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. കൂപ്പൺ എടുക്കുന്ന സമയത്ത് ആ ഭാഗ്യശാലി ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. സോ നമുക്കൊരു ഫോട്ടോ എടുക്കാം അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയധികം ആളുകൾ നമ്മുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് പിറവത്തിന് ഒരു ഗംഭീര കൈഡി നമുക്ക് ചേച്ചിക്ക് വേണ്ടി കൊടുക്കാം. ആൻഡ് ഈ ഒരു LED TV നമ്മള് ചേച്ചിക്ക് അങ്ങ് കൊടുക്കുകയാണ്. ചേച്ചി ഒരുപാട് സമയമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഈ സന്തോഷാഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ചേച്ചി ഒരുപാട് സന്തോഷം. ചേച്ചി എന്ത് ചെയ്യാണ്? എവിടെയാണ് ആക്ച്വലി വീട്? ഇവിടെ അടുത്താണോ? പാലച്ചോട്. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? വീട്ടില് TV ഉണ്ടോ? മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ TV കൈ വന്നിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് കൈഡി കേട്ടോ ചേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നമ്മുടെ പ്രിയപ്പെട്ട മാളവികയുടെ കയ്യിൽ നിന്നുമാണ് ഈ സ്നേഹ സമ്മാനമേറ്റ് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് സ്നേഹം കാണാൻ പോകുന്നത് വാല്യൂ ആഡഡ് സർവീസിന്റെ. സോ ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പിറവത്തുകാർക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈജി ഓൺലൈനെ കുറിച്ചാണ്. മൈജിയിൽ നിന്നുള്ള എക്സ്പ്രസ് ഡെലിവറി, മികച്ച ഓഫറുകൾ, അതിശയിപ്പിക്കുന്ന വിലകളിൽ മൈജിയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാം. യെസ്, മൈജി ഓൺലൈനിൽ സുരക്ഷിതമായി ഷോപ്പ് ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപകരണങ്ങൾ മിന്നൽ വേഗത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ളതാണ് മൈജി ഓൺലൈൻ. സോ അത് ഔപചാരികമായി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പിറവത്തിന് വേണ്ടി. നൗ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ഇറ്റ്സ് മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വെള്ളത്തിൽ വീണ് കേടായാലും കളർ പോയാലും ഡിസ്പ്ലേ പൊട്ടിയാലും നിങ്ങളുടെ കെയർ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. കേരളത്തിലുടനീളം സുതാര്യവും സുരക്ഷിതവുമായി 130-ൽ പരം ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററുകൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച്, ടാബ്ലറ്റ്, TV, റെഫ്രിജറേറ്റർ തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം ഗൃഹോപകരണങ്ങളും വിദഗ്ധരായിട്ടുള്ള ടെക്നീഷ്യൻസ് റിപ്പയർ ചെയ്ത് നൽകുന്നു. അവസാനമായി